നമസ്കാരം. സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി വീണ്ടും കടമെടുക്കാൻ സർക്കാർ നീക്കം തുടങ്ങുന്നു. വികസന പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ 3700 കോടി രൂപയുടെ കടപ്പത്രമാണ് സർക്കാർ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ 2 മാസത്തെ കുടിശ്ശികയുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനും നിത്യനിദാന ചെലവുകൾ കണ്ടെത്താനുമാണ് ഈ തുക പ്രധാനമായി വിനിയോഗിക്കുകയെന്നാണ് സൂചന. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഖജനാവ് കാലിയായ അവസ്ഥയിൽ കടമെടുപ്പിലൂടെ മാത്രം മുന്നോട്ട് പോകാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ വോട്ടർമാരെ പിണക്കാതിരിക്കാൻ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുക എന്നത് സർക്കാരിന്റെ അനിവാര്യതയാണ്. ഇതിനായി പണം കണ്ടെത്താൻ മറ്റു വഴികളില്ലാതെ വന്നതോടെയാണ് വികസനത്തിന്റെ മറവിൽ കടപ്പത്രം ഇറക്കുന്നത്. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ കുബേർ സംവിധാനം വഴി ഈ മാസം 24-നാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക. ഇതോടെ ഈ സാമ്പത്തിക വർഷം അനുവദിക്കപ്പെട്ട കടമെടുപ്പ് പരിധിയുടെ അവസാന ഘട്ടത്തിലേക്കും സംസ്ഥാനം കടക്കുകയാണ്. കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധിയിൽ കാട്ടിയ ചെറിയ ചില ഇളവുകളും ഉദാരതയുമാണ് ഈ സാമ്പത്തിക വർഷം തട്ടിമുട്ടി മുന്നോട്ട് പോകാൻ കേരളത്തെ സഹായിച്ചത്. നേരത്തെ കേന്ദ്രം ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ കാരണം ശമ്പളവും പെൻഷനും നൽകാൻ പോലും സർക്കാർ പാടുപെട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷം ലഭിച്ച അനുമതികൾ സർക്കാരിന് ശ്വാസം വിടാൻ അവസരമൊരുക്കി. ഈ പഴുതുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ വീണ്ടും കോടികളുടെ കടമെടുപ്പിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. അവശ്യഘട്ടങ്ങളിലെല്ലാം കടമെടുത്ത് മാത്രം കാര്യങ്ങൾ നീക്കുന്ന രീതിയാണ് കേരളം കുറച്ചു കാലമായി പിന്തുടരുന്നത്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാനോ ചെലവ് ചുരുക്കാനോ ഉള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഓരോ മാസവും ശമ്പളവും പെൻഷനും നൽകാൻ കടപ്പത്രങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ വലിയൊരു കടക്കണിയിലേക്ക് തള്ളിവിടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലൂടെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാമെന്നാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ. 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുന്നതിലൂടെ സർക്കാരിനെതിരെയുള്ള ജനരോഷം തണുപ്പിക്കാൻ കഴിയുമെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനായി ഉപയോഗിക്കുന്ന തുക വരും തലമുറയുടെ ബാധ്യതയായി മാറുന്നുവെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കപ്പെടുകയാണ്. വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കേണ്ട തുക പോലും അനുദിന ചെലവുകൾക്കായി വകമാറ്റപ്പെടുന്നു. ട്രഷറി നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ പലതും മുടങ്ങിക്കിടക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കടമെടുക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം തുകയും റവന്യൂ ചെലവുകൾക്കായി വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. പൊതുമരാമത്ത് പ്രവർത്തികൾ ചെയ്ത കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശികയും കോടികൾ വരും. ഇത്തരത്തിൽ സകല മേഖലകളും സാമ്പത്തിക സ്തംഭനാവസ്ഥയിലായിരിക്കുമ്പോഴാണ് പെൻഷൻ വിതരണം എന്ന ജനപ്രിയ പ്രഖ്യാപനം നടപ്പിലാക്കാൻ സർക്കാർ തുനിയുന്നത്. സംസ്ഥാനത്തിന് തനത് നികുതി വരുമാനത്തിൽ പ്രതീക്ഷിച്ച വളർച്ച ഉണ്ടാകാത്തത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. GST വിഹിതത്തിലും കേന്ദ്ര സഹായത്തിലും കുറവുണ്ടെന്ന പരാതി സർക്കാർ ഉയർത്തുന്നുണ്ടെങ്കിലും ആഭ്യന്തരമായി വരുമാനം കണ്ടെത്താനുള്ള സ്രോതസ്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമുള്ള വരുമാനം മാത്രമാണ് ഖജനാവിലേക്ക് എത്തുന്ന പ്രധാന വിഹിതം. ഇത് നിലവിലെ ഭീമമായ ചെലവുകൾക്കൊന്നുമാകുന്നില്ല എന്നതാണ് വസ്തുത. കടപ്പത്ര ലേലം സംബന്ധിച്ച വിജ്ഞാപനം ഇതിനോടകം പുറത്തിറങ്ങിക്കഴിഞ്ഞു. 24-ന് നടക്കുന്ന ലേലത്തിലൂടെ സമാഹരിക്കുന്ന തുക എത്രയും വേഗം ട്രഷറിയിൽ എത്തിക്കാനാണ് നിർദ്ദേശം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ സാധാരണയായി ഉണ്ടാകാറുള്ള വലിയ സാമ്പത്തിക ബാധ്യതകൾ മറികടക്കാൻ ഈ തുക അത്യാവശ്യമാണ്. സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടാതിരിക്കാൻ ഈ കടമെടുപ്പ് അനിവാര്യമാണെന്ന് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. വികസനത്തിന്റെ പേരിലെന്ന് പറയുമ്പോഴും രാഷ്ട്രീയമായ നേട്ടം തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ഈ വർഷം എങ്ങനെയെങ്കിലും തള്ളി നീക്കുക എന്നതിനപ്പുറം വ്യക്തമായ സാമ്പത്തിക പ്ലാനിംഗ് സർക്കാരിനില്ല എന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. കടമെടുത്ത് മുടിയുന്ന കേരളം എന്ന പ്രതിച്ഛായ മാറ്റാൻ ഗൗരവകരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇനിയും വൈകുന്നത് സംസ്ഥാനത്തിന് ഗുണകരവുമാവില്ല. അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിലും ഇതേ രീതിയിലുള്ള കടമെടുപ്പുകൾ തുടരേണ്ടി വരുമെന്നാണ് നിലവിലെ സൂചനകൾ. സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെ മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിനെയും ഭാവിയിൽ ബാധിച്ചേക്കാം. എന്തായാലും തൽക്കാലം ക്ഷേമ പെൻഷൻ നൽകി ജനങ്ങളുടെ കൂടെ കൂട്ടാനുള്ള ഓട്ടത്തിലാണ് സർക്കാർ. ഇതിന്റെ ഭാഗമായിട്ടുള്ള 3700 കോടിയുടെ കടപ്പത്ര വിതരണം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്.